സാധനം വെളിയിരിപ്പുണ്ട്. എടാ സൗണ്ടിന്റെ കാര്യം ഞാൻ പിൻവലിച്ചേട്ടോ. വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ് ഗൈസ്. അച്ചൂട്ടനും ഞാനും കൂടെ കോളേജ് വരെ ഒന്ന് പോവാണ്. നമ്മുടെ പ്രിയ മിസ് നമ്മളെ വിളിച്ചിട്ടുണ്ട്. മിസ് 2 മാസമായിട്ട് US-ലായിരുന്നു. മിസ്സിൻ്റെ ഹസ്ബൻഡ് US-ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മിസ് വെക്കേഷൻ ടൈമിൽ ഹസ്ബൻഡിനെ കാണാൻ പോയിരുന്നു. പോയിട്ട് കഴിഞ്ഞ ആഴ്ച വന്നു. നമ്മളോട് ഇന്നലെ വിളിച്ച് പറഞ്ഞു കോളേജിലേക്ക് വാ, കുറച്ച് ചോക്ലേറ്റ്സ് തരാം, അമേരിക്കൻ ചോക്ലേറ്റ്സ് അല്ലേടാ? അതെ, US മെയ്ഡ് ചോക്ലേറ്റ്സ് തരാം എന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും അച്ചൂട്ടനും കൂടെ നേരെ കോളേജിലേക്ക് പോട്ടെ, എന്നിട്ട് മിസ്സിനെ കാണിച്ചു തരാം, മിസ് തരുന്ന ചോക്ലേറ്റ് കാണിച്ചു തരാം. പിന്നെ കുറച്ച് പരിപാടികളുണ്ട്. അതെ, മഴയില്ലെങ്കിൽ നമുക്ക് അപ്പച്ചിയുടെ വീട്ടിൽ പോകണം, അച്ചൂട്ടൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ പോകണം. മഴയില്ലെങ്കിലും പോകണം. ഓക്കെ, എനിക്ക് മഴ ഉണ്ടെങ്കിലും അച്ചൂട്ടൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ പോകണം. അതുവഴി മഴ ഇല്ലെങ്കിൽ വേറൊരു പരിപാടിയുണ്ട്, അത് ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞുതരാം. ഗൈസ്, ഇതാ ഞങ്ങളുടെ പ്രിയ മിസ് ഞങ്ങളെ കാത്ത് മഴയത്തത് എവിടെ ഇരിപ്പുണ്ട്. എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? അതെ, വേറെ ആരും ഇല്ല. അതെ, കുറേ നേരമായി വെയിറ്റ് ചെയ്തു. നമ്മുടെ വണ്ടി അടയ്ക്കൊന്ന് നിന്നുപോയി മഴയത്ത്. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ കുറേ സമയം എടുത്തു. അതായിട്ട് ഇനി കൊടുത്തോ. ഇതൊന്നും ബ്ലോഗിലിടാൻ പറ്റില്ല. മിസ്സിനി എങ്ങനെ പോന്നേ? മിസ് കാർ എടുത്തില്ല? ഓക്കെ, ബൈ, ടാറ്റാ. മിസ് പോയി. മിസ് നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കാണിച്ചുകൊണ്ട് ബാഗിനകത്ത് വെച്ചിട്ടില്ലേ? ഓക്കെ, നമുക്ക് ഇനി BBG പോയിട്ട് പപ്സ് തിന്നാം. പപ്സും കോഫി കടിച്ചോ. ഗൈസ്, നമ്മൾ പപ്സ് തിന്നുകൊണ്ടിരുന്നപ്പോൾ അതേ ഒരു സാധനത്തിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ വ്ളോഗിൽ വന്നിട്ടുണ്ടോ? അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഇത് തുമ്പി, സൂര്യ തമ്പി. നമ്മളിവളെ തുമ്പി എന്ന് വിളിക്കും. എടി, നിന്നെ ഫ്രെയിമിൽ കിട്ടുന്നുണ്ടെന്ന് ഞാൻ അറിയാം. ഇവർക്ക് നീളമൊന്നുമില്ല ഗൈസ്, കുരുട്ടടയ്ക്കത് ഇത്രേ ഉള്ളൂ. കണ്ടോ? ഫ്രെയിമിൽ കിട്ടിയില്ലെങ്കിൽ അത് തികച്ചും സ്വാഭാവികം. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവളുടെ കുഴപ്പമാണ്. ഇവർക്ക് നീളമൊന്നുമില്ല. ബൈ തുമ്പിയുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. വീട്ടിൽ പോവല്ലേ? എന്തിനാ ഇവിടെ കിടക്കുന്ന? അങ്ങ് പൊക്കൂടെ വീട്ടിൽ? അത് ശരി. ഓഹോ, അത് ശരി. അതുകൊണ്ടാണ് ഇവിടെ കടിച്ചു വാങ്ങി നിൽക്കുന്നത്. എന്നാ വീട്ടിൽ പോകുന്നത്? അതോടെ പറ. ഒരു 28-30. തുമ്പിയുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. തുമ്പി ഇനി വീട്ടിൽ പോകാനായിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്തിരിക്കുകയാണ്. ഉടനെ വീട്ടിൽ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശല്യം ഒഴിഞ്ഞ് പോട്ടെ കോളേജിൽ നിന്ന്. ഞാൻ ട്രൈ ചെയ്യാം. കുറേ കാര്യം ഇവിടെ എടുത്തിട്ട് സീനെ. അടേ, ഇത് എന്ത് കുഴപ്പം? തോറ്റ്. ഞാൻ ജയിച്ചു. മഴ ഇല്ലെങ്കിൽ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ? സംഭവം മഴ ചെറുതായിട്ടുണ്ട്, എന്നാലും സാരമില്ല, ഞങ്ങളെത്തി. എന്നാലും കാര്യം പറയാം, നമ്മൾ ഇന്ന് എൻ്റെ ഡ്രീം ബൈക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവാണ്. ഡ്രീം ബൈക്ക് എന്നല്ല, കുറേ 2-3 ബൈക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്നുണ്ട്. അതിലൊരെണ്ണം എൻ്റെ എൻ്റെ ഡ്രീം ബൈക്കാണ്. അത് ഏതാണെന്ന് ലാസ്റ്റ് പറയാം. നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വന്നേക്കുന്ന വണ്ടി ഇതാണ് സാധനം. കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് സാധനം, ട്രയംഫ്. ഇന്ന് നമ്മൾ ട്രയംഫ് സ്പീഡും സ്ക്രാമും രണ്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോണ്ട CB300, പിന്നെ SD. ഇത് 3ആണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഇതിലൊരെണ്ണം എൻ്റെ ഡ്രീം ബൈക്കാണ്. അത് ഏതാണെന്ന് നിങ്ങൾ ഗസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു. പിന്നെ അല്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ വണ്ടി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. സാധനം വെളിയിരിപ്പുണ്ട്. എനിക്ക് പ്ലാന്റഡ് ഫുഡ് ഇല്ല. സ്ലോപ്പല്ലേ? സ്ലോപ്പിലാണ്ടാന്ന് താഴെ ഇറക്കി നോക്കാം. കൊള്ളാം, വണ്ടി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ടോട്ടൽ റെസ്പോൺസ് അതിഭീകരമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം ഞാൻ ഇതുവരെ മറ്റേ കുഞ്ഞു വണ്ടികളാണ് ഓടിച്ചിട്ടുള്ളത്. 160cc വണ്ടികളാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത് ഇത്ര നാളും. അതിൽ നിന്ന് നേരെ 400cc ജമ്പ് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. ഇതിന് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ സ്ലോ സ്പീഡ് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം അഡ്വഞ്ചർ 390 ഓടിച്ചു. അതിന് സ്ലോ സ്പീഡ് ഇല്ല, ഭയങ്കര കുറവാണ്. അതായത് സെക്കൻഡ് ഗിയറിൽ പോലും 20 ആയിക്കഴിഞ്ഞാൽ നല്ല നോക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് ഓടിച്ചപ്പോൾ നല്ല സുഖമാണ്. അതായത് 4th ഗിയർ വരെ എനിക്ക് 20 ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് പിന്നെ ഇതിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല സൗണ്ട്. ഇനി നമുക്ക് പോയിട്ട് സ്ക്രാമോടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. സ്ക്രാമിൻ്റെ സൗണ്ട് കുറച്ചുകൂടെ സെറ്റായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മറ്റേ 2 ഡ്യുവൽ എക്സ്പോസ് ഒക്കെ അല്ലേ വരുന്നത്. പോയിട്ട് ചെയ്ത് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹോണ്ടയിൽ പോയിട്ട് CB300R ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്ലാന്റഡ് ഫുഡ് ഇല്ല, പക്ഷേ ഓക്കെയാണ്. NS-ലൊക്കെ എനിക്ക് ഇത്ര കിട്ടാറുള്ളൂ. ഞാൻ അവിടെ NS ഓടിച്ചോണ്ട് നടക്കുന്നത്. സുഖം നോക്ക്.
ഇരിക്കുമ്പോൾ ഉള്ളത് നോക്ക്. ഇത് കുറച്ചുകൂടെ വൈഡാണ്, മറ്റേനെക്കാട്ടി വൈഡ്. ഞാൻ ഒന്നാമത് ഇങ്ങനെ വൈഡായിട്ടാണ് വെച്ച് പിടിച്ചായിരിക്കുന്നത്. ഇത് അതിൻ്റെ കൂടെ കുറേ കൂടെ വൈഡാണ്. കൊള്ളാം, മൊത്തത്തിൽ നല്ല രസമുണ്ട്. മറ്റേ ഭയങ്കര കൺജസ്റ്റഡ് ഫീൽ അല്ലേ ഇതൊരു. മറ്റേത് കുറച്ചുകൂടെ ഒതുങ്ങിയ വണ്ടി, ഇത് കുറച്ചുകൂടെ വൈഡ് ഇങ്ങനെയുള്ള വണ്ടി. വിസ്തരിച്ചോടിക്കും. നല്ല ഷോക്ക്. പക്ഷെ സൗണ്ട് എനിക്ക് മറ്റേ ഇഷ്ടപ്പെട്ടു. നല്ല സൗണ്ട് കൊള്ളാം. പക്ഷെ ഇതിന്റെ റബ്ബ് ബാൻഡ് കൂടും, മറ്റേ എഞ്ചിൻ സൗണ്ട് നൈസാ. പക്ഷേ ഹൈ റബ്ബ് കയറുന്ന ഉടനെ മറ്റേതിൻ്റെ വൈബ്രേഷൻ സാധനം വരുന്നുണ്ട്. പക്ഷേ ഇത് ആ ഫീല് സൗണ്ടിൽ വരുന്നുണ്ട്. പക്ഷെ ഇതിന് ആ ഫീല് വരുന്നില്ല. ഒരു സ്മൂത്ത് ഇതാ. നോക്കട്ടോ, ഇതാ ബെറ്റർ. സൗണ്ട് അതാ പറഞ്ഞ എഞ്ചിന്റെ സൗണ്ട് മറ്റേനൊക്കെ ബെറ്റർ. എൻ്റെ മോനെ, എടാ സൗണ്ടിന്റെ കാര്യം ഞാൻ പിൻവലിച്ചു കേട്ടോ. മറ്റേനെക്കാട്ടി നല്ല സൗണ്ട് ഇതിന്റെ. നല്ല രസമുണ്ട്. ഓടുമ്പോൾ ബാക്കിൽ നിന്നുള്ള സൗണ്ട് രസമില്ല. അതാ എനിക്ക് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും തോന്നി. ഞാൻ ബാക്കിലല്ലേ ഇരുന്നത്, അതുകൊണ്ടാണ് തോന്നിയത്. ഫ്രണ്ട് വന്നപ്പോൾ കുറച്ചുകൂടെ രസമുണ്ട്. ഇനി വാ നമുക്ക് ഓടിച്ചോ. അങ്ങനെ നമ്മൾ ട്രയംഫ് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു. അതിൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഹോണ്ടയിലോട്ട് പോകാം. ഹോണ്ട ബിഗ് വിങ്ങിലോട്ട് പോകാം. അവിടെ പോയിട്ട് CB300R ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഫസ്റ്റ് ഇംപ്രഷൻ എൻ്റെ കാൽ രണ്ടും താഴെ എത്തുന്നുണ്ട്. കുഞ്ഞു വണ്ടി, നല്ല ഒതുങ്ങിയ വണ്ടി. ട്രയംഫിനെ പോലെ അത്ര വലിയ വണ്ടിയല്ല, ഇങ്ങനെ ഭയങ്കര വൈഡൊന്നുമല്ല. സ്റ്റാൻഡൊക്കെ നോർമലാണ്. കുട്ടി വണ്ടിയാണ്. എനിക്ക് ഇതുപോലത്തെ വണ്ടിയോട് നല്ല താല്പര്യമാണ്. നല്ല കുഞ്ഞു വണ്ടികളോട് നല്ല താല്പര്യമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അഭിപ്രായം ഞാൻ വൈകിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ മഴയൊക്കെ അല്ലേ, ഇവിടെ നിന്ന് അഭിപ്രായം ഒന്നും പറയുന്നില്ല. ഡീറ്റെയിൽഡ് അഭിപ്രായം ഞാൻ പിന്നീട് പറയാം. വീട്ടിൽ ചെല്ലട്ടെ. ഓക്കെ ഗൈസ്, അന്ന് മഴ കാരണം നമുക്ക് SD ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകാൻ പറ്റിയില്ല. ട്രയംഫും CB300Rഉം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നേരെ അച്ചൂട്ടൻ്റെ വീട്ടിൽ പോയി. ഔട്ടറൊക്കെ പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാൻ കംപ്ലീറ്റ്ലി ഫോർഗോട്ട് അബൌട്ട് ദാറ്റ്. രണ്ട് വണ്ടിയും കൊള്ളാം. CB300R വളരെ കോമ്പാക്റ്റ് ചെറിയ വണ്ടിയാണ്. പക്ഷേ അതിന് റോഡ് പ്രസൻസ് കാര്യങ്ങളൊന്നുമില്ല. സൗണ്ടും വണ്ടി ഓടിക്കുമ്പോഴുള്ള സൗണ്ട് കാര്യങ്ങൾ ഒക്കെ എനിക്ക് രണ്ടിൻ്റേത് ഇഷ്ടപ്പെട്ടായിരുന്നു. ബട്ട് മൊത്തത്തിൽ ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ട്രയംഫാണ് എനിക്ക് കുറച്ചധികം ഇഷ്ടമായത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് നോക്കട്ടെ, സമയം കിട്ടുകയാണെങ്കിൽ നമുക്കിവിടെ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് SD ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് SD വേഴ്സസ് ട്രയംഫ് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ട്രയംഫിലേക്ക് തന്നെ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. എന്നിരുന്നാലും നമുക്ക് SD ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമുക്ക് ബ്ലോഗ് ഇടാൻ കണ്ടൻറ്റ് വേണ്ടേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ടാറ്റാ.